ഓം ശാന്തി. എന്ത് കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇമോഷണലി നമ്മൾ വീക്കാണെങ്കിൽ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ മനസ്സിനുള്ളൊരു ഇറിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് കൊണ്ട് എന്നും ആരോട് എന്നതിനേക്കാൾ ഉപരി എൻ്റെ ഉള്ളിൽ നടക്കുന്നതായിരിക്കുന്ന ഇറിറ്റേഷൻ, വിഷമം, മൂഡ് ഓഫ്, സങ്കടം, ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് എൻ്റെ മനസ്സിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ കാര്യം വളരെ ചെറുതാണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്തു പോകും. ഇത്രയൊരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇങ്ങനൊരു റിയാക്ഷനോ എന്ന് മറ്റുള്ളവർ വിചാരിക്കും. ആ റിയാക്ഷൻ സ്വാഭാവികമായിട്ട് കേൾക്കുന്നവരുടെ മനസ്സിനുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കും. ആ എഫക്റ്റ് എഗെയിൻ കുറച്ചും കൂടെ മോശമായിട്ട് രീതിയിലുള്ള പ്രതികരണം നമുക്ക് കിട്ടാൻ നിൽക്കും. അത് നമ്മളെ കുറേയും കൂടി ഇറിറ്റേറ്റഡ് ആക്കും, കുറേയും കൂടെ റിയാക്റ്റീവായി പെരുമാറും. ഇത് ഇവൻറ്റ് റിയാക്ഷൻ സൈക്കിൾ എന്ന് പറയും. ഒരു സംഭവം ഉണ്ടാവുക, അതിനുണ്ടാവുന്ന പ്രതികരണം ഉണ്ടാവുക, വീണ്ടും ആ പ്രതികരണം വീണ്ടും നമ്മളെ തന്നെ ബാധിക്കുക. ഇതിങ്ങനെ സൈക്കിളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലെല്ലാം നല്ലത് സംഭവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം തെറ്റാണ് എങ്കിൽ പോലും ചില മുഹൂർത്തങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ അവരുടെ പെരുമാറ്റം അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവുകയും അത് പ്രതികരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മുന്നേ കുറച്ച് സെക്കൻഡ്സ്, ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സെക്കൻഡ്സ് എങ്കിലും നമ്മൾ സൈലൻസിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നമുക്ക് പറ്റിയാൽ ആ ഒരു റിയാക്ഷൻ്റെ ഡോസ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കുന്ന നെഗറ്റീവ് എനർജിയുടെ ഡെപ്ത് വളരെ കുറവായി മാറും. കുറച്ചുകൂടെ കൂടുതൽ സമയം നിങ്ങൾക്ക് സൈലൻസ് ആയിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റിയെങ്കിൽ റിയാക്ഷന് പകരം റെസ്പോൺസായി മാറും. എന്നുവെച്ചാൽ അർത്ഥം പ്രതികരണത്തിന് പകരം പ്രത്യുത്തരമായിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാഹചര്യങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മുടെ ഇമോഷണലി, ഈ കലിയുഗമാണ്, ജീവിതങ്ങളാണ്, എവിടെ നോക്കിയാലും എല്ലാവരും കർമ്മനിരതരാണ്. പലപ്പോഴും പല കാര്യങ്ങൾ പോസിറ്റീവാവും, പല കാര്യങ്ങൾ നെഗറ്റീവാവും. അപ്പം നമ്മുടെ ലൈഫിൽ എന്ത് കാരണം കൊണ്ടുണ്ടായി എന്നുള്ളതല്ല, എന്നിൽ നിന്ന് എന്ത് പ്രതികരണം ഉണ്ടായി എന്നതിനാണ് എല്ലാവരും നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസ്പോൺസ് നമുക്ക് കിട്ടുക. അപ്പം എൻ്റെ അവസ്ഥ മോശമാണ് എങ്കിൽ എന്നിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം റിയാക്റ്റീവായി, അല്ലെങ്കിൽ കുറച്ച് കർക്കശമായ രീതിയിലായി പോയി എങ്കിൽ അത് കേൾക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് അതുപോലെതായിരിക്കുന്ന നെഗറ്റീവ് പ്രതികരണമാണ് നിങ്ങൾക്ക് കിട്ടുക. ആ പ്രതികരണം കുറേയും കൂടെ നമ്മുടെ അവസ്ഥ മോശമാക്കും. അത് പലപ്പോഴും ബന്ധങ്ങളെ മോശമാക്കും, കാര്യങ്ങളെ അവസാനം അതിൻ്റെ വിജയത്തിലേക്ക് പോകുന്ന നിമിഷത്തിലായിരിക്കും ഒരു സെക്കൻഡ് അത് അവിടെ നഷ്ടാക്കി കളയും. ഇങ്ങനെ പലതും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഇന്ന് തീരുമാനിക്കാം, എന്തൊക്കെ സംഭവിച്ചോട്ടെ, എത്ര മോശമായിട്ടുള്ളത് നല്ലതോ എന്തോ ആവട്ടെ, പ്രതികരിക്കും മുന്നേ 2-3 സെക്കൻഡ്സ് എന്ത് ഞാൻ പറയണം. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, എന്ത് പറയണം എന്ന് പലതവണ ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, മോശമായ കാര്യം പറയുകയാണെങ്കിൽ പോലും അതിനെ മയപ്പെടുത്തിക്കൊണ്ട് പറയും. അത് തകർന്നു പോകേണ്ട ഒരു ബന്ധത്തിന് പകരം മോശമായിട്ടൊരു കാര്യം പറയുമ്പോൾ, മീൻസ് ഒരാളുടെ കയ്യിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ ആ കാര്യം തെറ്റാണെന്ന് അവരോട് പറയുമ്പോൾ നിങ്ങൾ എത്ര മധുരാക്കി പറഞ്ഞാലും ആൾക്കത് സ്വീകരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ അടുത്ത് അവരെ പ്രതികരണം പോസിറ്റീവ് ആയിക്കൊള്ളണമെന്നുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന വാക്കിൽ ആ മൃദുത്വം ഉണ്ടെങ്കിൽ അതൊരിക്കലും തകരാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് സാഹചര്യം എന്ത് സംഭവിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തുനിന്നതായിട്ടുള്ള കുറച്ചതിനെ ഒരു പോസ് കഴിഞ്ഞ ശേഷം പ്രതികരിക്കുമ്പോൾ നമുക്കതിനൊന്ന് മയപ്പെടുത്താൻ സാധിക്കും. അപ്പം അതുകൊണ്ട് എന്ത് പ്രതികരണത്തിന് മുന്നും ഒരു മിനിമം 5 സെക്കൻഡ് സമയം സൈലൻസിലിരുന്നു കൊണ്ട് ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്, ഇത് പറയാലേ എന്ന് സ്വയം നമ്മളോട് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞു നോക്ക്. നമുക്കുണ്ടാകുന്ന ആ ഒരു സംഘർഷങ്ങളുടെ എണ്ണം എത്രയോ ശതമാനം കുറയ്ക്കാൻ സാധിക്കും. പലപ്പോഴും മറ്റുള്ളവർക്ക് മുറിവേറ്റു പോകുന്ന സാഹചര്യത്തിന് പകരം നമുക്ക് മുറിവേറ്റാൽ പോലും മറ്റൊരാളെ മുറിവേൽപ്പിക്കാതെ ആ കണക്കിന് നെഗറ്റീവ്ലി സ്ട്രോങ് ആക്കാതെ പോസിറ്റീവ്ലി സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് പലപ്പോഴും പല സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ 5 സെക്കൻഡ് സമയം സ്വന്തമായിട്ടെടുക്കണം. ആ രീതിയിലൊന്ന് അവനവനെ ശാന്തമാക്കാൻ പഠിപ്പിക്കണം. ആദ്യം പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് നമുക്ക് വന്നേക്കാം, പക്ഷേ സ്ഥിരമായിട്ട് 5 സെക്കൻഡ് എന്ന് അവനവനെ 5 സെക്കൻഡ് കഴിയട്ടെ എന്ന് സ്വയം അവനവനെ ബോധ്യപ്പെടുത്താൻ തുടങ്ങിയാൽ ഇതും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാവും. അതോടെ പലപ്പോഴും തകരുന്ന ബന്ധങ്ങൾക്ക് പകരം മയപ്പെടുത്തിക്കൊണ്ട് നന്നാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ ഒരു ചെറിയ ടെക്നിക്കാണ്, ഇതിനെ സ്വന്തമാക്കും നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓം ശാന്തി.